വയലാർ അവാർഡ് കരസ്ഥമാക്കിയ യുവ എഴുത്തുകാരിയും നമ്മുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിനിയുമായ ഒലീവിയയെ ഈ വേദിയിലേക്ക് ഹൃദ്യമായി നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ വിശിഷ്ടാതിഥിയെ നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് സ്വീകരിക്കാം. സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ഓരോരുത്തർക്കും എഴുതാനുള്ള വക ലഭിക്കുന്നത്. തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളിൽ നിന്ന് എഴുത്തുകാരിയുടെ ഉന്നത പദവിയിലേക്കെത്തിയ ഒരാളാണ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും എഴുത്തുകാരിയുമായ ഒലീവിയ. പുസ്തകങ്ങളിൽ നിന്ന് നാം വായിക്കുന്നതിനേക്കാൾ എത്രയോ ഹൃദയസ്പർശിയായിരിക്കും ഇവളുടെ നേരനുഭവങ്ങൾ. ഇപ്പോൾ ഒലീവിയയിൽ നിന്ന് തന്നെ നമുക്കത് ശ്രവിക്കാം. എല്ലാവർക്കും നമസ്കാരം. വലിയൊരു സദസ്സിന് മുൻപിൽ നിന്ന് സംസാരിച്ചൊന്നും എനിക്ക് ശീലമില്ല. എങ്കിലും സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ കഠിനമായ ജീവിതാനുഭവങ്ങളിലൂടെയാണ് ഞാൻ ചെറിയ പ്രായം തൊട്ടേ കടന്നു വന്നത്. എൻ്റെ എഴുത്തിൻ്റെ പ്രേരക ശക്തിയായി മാറിയതും ആ ജീവിതാനുഭവങ്ങളൊക്കെ തന്നെയാണ്. അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെയാണ് അപ്പ എന്നെ വളർത്തിയത്. പരിമിതികളുടെ നടുവിലും വീടൊരു സ്വർഗമാക്കിയിരുന്നു എൻ്റെ അപ്പ. പക്ഷേ ആ സന്തോഷം അധികനാൾ നീണ്ടു നിന്നില്ല. അപ്പ ദേ കഞ്ഞിയുണ്ട്. മോളെ വെയിലത്ത് കഞ്ഞുകൊണ്ടോന്ന് എന്തിനാ? ഹേയ്, ഇന്ന് ക്ലാസ്സിലല്ലോ, അതുകൊണ്ട് വന്നതാ. അമ്മ മരിച്ച പിന്നെ മോള് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ? അതിനെന്താ, എനിക്ക് അപ്പ ഉണ്ടല്ലോ. അമ്മയ്ക്ക് മോളെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായി. അപ്പയ്ക്ക് അത് എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കണം. മോളമ്മ വീട്ടിലേക്ക്. ശരി അപ്പ. അമ്മേ, മോളെ! അപ്പ! 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 എനിക്ക് അപ്പ! അപ്പ എനിക്ക്! അപ്പ! 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 അപ്പ എനിക്ക്! പ്ലീസ് നിർത്ത്. എന്താ കൊച്ചു കാട്ടിയേ? നീ എന്തൊരു പെണ്ണെ ഈ കാണിച്ചേ? ആ, സീരിയസ് ആണെന്നല്ല തോന്നണേ. ആരാന്നൊന്നും വലിയ പിടുത്തൊന്നുമില്ല. സോറി, ഒരു 5 മിനിറ്റ് മുമ്പ് കൊണ്ടുവന്നിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു.
ആശുപത്രി വരാന്തയിൽ തുണയാരുമില്ലാതെ അനാഥയായ എന്നെ ചേർത്തു പിടിച്ചത് വിനോദങ്ങളായിരുന്നു. ഇത്രയും നാളെ നമ്മൾ ഒറ്റയ്ക്കായിരുന്നില്ലേ? ഇനിയിപ്പോൾ വേണ്ടാത്ത വയ്യാവയിലെടുത്ത് തലേ വെക്കണോ? ചികിത്സയ്ക്കൊന്നും ഫലമില്ലാന്ന് കണ്ടപ്പോൾ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാമോ എന്ന് നീ തന്നെയല്ലേ അന്നും പറഞ്ഞത്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു ചെറിയ കുഞ്ഞിനെ ദത്തെടുക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. വലുതായാലും ചെറുതായാലും മക്കള് തന്നെയല്ലേ. ആ മോളുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് പോണില്ല. ആ, മറ്റുള്ളവരതും പറയാതിരുന്നാ മതി. ഏതെങ്കിലും അനാഥാലയത്തിൽ തളച്ചിടേണ്ടിയിരുന്ന എൻ്റെ ജീവിതം സനാഥമാക്കാൻ ഒരു ദൈവദൂതനെ പോലെയാണ് വിനോദങ്ങൾ എത്തിയത്. അച്ഛനിന്ന മൂന്നക്ഷരമല്ലയോ കുഞ്ഞിനറിയുന്ന മൂന്ന് ലോകവും. അച്ഛനിന്ന മൂന്നക്ഷരമല്ലയോ കുഞ്ഞിനറിയുന്ന മൂന്ന് ലോകവും. തുച്ഛമായിടും ജീവിതം തന്നീലേ മിച്ചമായി വരും സ്നേഹമാണെന്നച്ഛൻ. തുച്ഛമായിടും ജീവിതം തന്നീലേ. കൊച്ചമ്മേ, ഏ, പുതിയ കൊച്ച് വീട് പണിയൊക്കെ ചെയ്യോ? അവള് പഠിക്കണ കുട്ടിയല്ലേ, പണിയെടുക്കാൻ കൊണ്ടുവന്നതല്ലല്ലോ. മുതലാളിക്ക് ആ കൊച്ചിന് വലിയ ഇഷ്ടല്ലേ? അല്ല, ശോഭ എന്താ ഉദ്ദേശിച്ചേ? അത് മുതലാളിയുടെ മോള് തന്നെയാണെന്ന് ആളുകളുടെ ഒരു സംസാരം. ഞാൻ കേട്ടത് പറഞ്ഞെന്നുള്ളൂട്ടാ. മോളത് കാര്യാക്കണ്ട. ശോഭയുടെ പണിയൊക്കെ ഞാനൊന്നും പറഞ്ഞില്ലേ. വെറുതെ ഒരേ പരദൂഷണം പറയാൻ വേണ്ടിയിട്ട്. അനാഥയായ ഒരു പെൺകുട്ടിയോട് തോന്നിയ അനുകമ്പയ്ക്ക് അങ്കിൾ കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. ഷൈനി, ആളുകൾ പറയണതാണോ അതോ ഞാൻ പറയണതാണോ നിനക്ക് വിശ്വാസം? ഇനി എന്നോട് ഇതിനെപ്പറ്റി സംസാരിക്കണ്ട. തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. നീ എന്താ ഈ പറഞ്ഞു തന്നെ? ഞങ്ങൾ രണ്ടാളും നീ ഒരുമിച്ച് ഈ വീട്ടിലുണ്ടാവില്ല. ഒന്നെങ്കിൽ അവൾ അല്ലെങ്കിൽ ഞാൻ. ഷൈനി, എന്താ നിന്റെ പ്രശ്നം? നിങ്ങൾ അവളെ കാണാൻ ഹോസ്റ്റലിൽ പോയിരുന്നോ? പോയി. പക്ഷെ നീ പറഞ്ഞാൽ ശരിയെന്ന് നീ വാശി പിടിക്കരുത്. നാട്ടുകാരുടെ സംശയങ്ങൾ അവസാനിപ്പിക്കാനാണ് ഞാൻ അവളെ ഹോസ്റ്റലിലാക്കിയത്. അവിടെ അവളെ കാണരുതെന്ന് പറഞ്ഞാ? നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടം എന്നോടല്ല, അവളോടാ. അതുകൊണ്ടല്ലേ ഒരു രക്ഷിതാവിന്റെ സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നത്. രക്ഷിതാവോ അതോ? നിനക്കെന്നെ ഇനിയും വിശ്വാസമില്ലെങ്കിൽ പിന്നെ തുടരുന്നതിൽ അർത്ഥമില്ല. നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. തളർന്നു പോകുമായിരുന്ന ചെടിയെ ചേർത്ത് നിർത്തി അതിന് തണലൊരുക്കിയ എൻ്റെ അങ്കിളാണ് എന്നെ ഈ അവാർഡിന് അർഹയാക്കിയത്. നിഷ്കളങ്കമായ സ്നേഹത്തിനു മുൻപിൽ സകലതും നഷ്ടമാക്കിയ അങ്കിൾ ശരിക്കു പറഞ്ഞാൽ എൻ്റെ അപ്പ തന്നെയാണ്. എൻ്റെ അപ്പ ഈ ഓഡിറ്റോറിയത്തിൽ എവിടെയുണ്ട്. നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ ഞാൻ എൻ്റെ അപ്പയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.